വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ പ്രതികരണം 24-ന്. വിവാദത്തിൽ മാധ്യമങ്ങളോടൊന്നും പറയാനില്ല, പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയുമെന്നും സത്യം പുറത്തുവരേണ്ടത് തന്റെ ആവശ്യമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി 24-നോട് പറഞ്ഞു. ഞാൻ എന്റെ കാര്യങ്ങൾ അഡ്വക്കേറ്റ് മാനേജർ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. മീഡിയയോട് ഇപ്പൊ സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പറയും. അതുകൊണ്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പിന്നെ തെളിയിച്ച് പുറത്തു വരേണ്ട എന്റെ ഉത്തരവാദിത്തമാണ്. താങ്ക് യു. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. മാധ്യമങ്ങളോടൊന്നും പറയാനില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, ഇന്ന് 1:15 അദ്ദേഹം വീട്ടിലേക്ക് എത്തിച്ചേർന്നത് ബംഗളൂരുവിൽ നിന്ന്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് മാധ്യമങ്ങളോടൊന്നും പറയാനില്ല എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെ ആണ് അദ്ദേഹം പറഞ്ഞത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് ഉച്ചയ്ക്ക് 1:15 കൂടിയാണ് തിരുവനന്തപുരം കാരേറ്റിലെ വീട്ടിലേക്ക്, വെഞ്ഞാറമൂട് കിളിമാനൂർ കാരേറ്റിലെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ നിന്നെത്തിയത്. ഫ്ലൈറ്റ് മാർഗമായിരുന്നു അദ്ദേഹം എത്തിയത്. അതിനുശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകർ 24-നോട് അദ്ദേഹം നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വരാൻ തയ്യാറായില്ല. പകരം സിറ്റ് ഔട്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വരാൻ താല്പര്യമില്ല, പറയാനുള്ളതൊക്കെ കോടതിയിൽ പറഞ്ഞോളാം, അതിനൊക്കെ അപ്പുറത്തേക്ക് സത്യം പുറത്തു വരേണ്ടത് തന്റെ ആവശ്യമാണ് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് പൂർണ്ണമായി എത്താതെ തിരിഞ്ഞു പോകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ കണ്ടത്. അദ്ദേഹം ഈ വിജിലൻസ്, ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യം ചെയ്യലുകളൊക്കെ അദ്ദേഹത്തെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതിനിടെയാണ് അദ്ദേഹം അപ്രതീക്ഷിതമായി തിരുവനന്തപുരത്തേക്ക് എത്തിയത്. നേരത്തെ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ബാംഗ്ലൂർ എത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ ആലോചനയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുകയായിരുന്നു. ചില അഭിഭാഷകരെ അടക്കം അദ്ദേഹം വീട്ടിൽ കാണുന്നുണ്ട് എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും മാധ്യമങ്ങൾക്ക് മുൻപിൽ കൂടുതൽ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറാകുന്നില്ല. അദ്ദേഹം പറയുന്നത് മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിക്കേണ്ട കാര്യമില്ല, തനിക്ക് പറയാനുള്ളതൊക്കെ കോടതിയിൽ പറയും, സത്യം തെളിയിക്കേണ്ടത് തന്റെ ആവശ്യമാണ് എന്നീ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അദ്ദേഹം പ്രതികരണം അവസാനിപ്പിച്ച് അദ്ദേഹത്തിന്റെ ബന്ധു അദ്ദേഹത്തെ വീടിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ആ സിറ്റ് ഔട്ടിന് പുറത്തേക്ക്, ആ ഗേറ്റിന്റെ ഭാഗത്തേക്ക് പോലും എത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറായില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശനിയാഴ്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നിരുന്നു. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംശയങ്ങൾ ദേവസ്വം വിജിലൻസിനുണ്ട്. ചില വിവരശേഖരണം അടക്കം ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല കേന്ദ്രീകരിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ചില ഇടപാടുകളിൽ ദുരൂഹതയുണ്ട്, ചില ഇടപെടലുകളിൽ ദുരൂഹതയുണ്ട്. ആ ദുരൂഹത അടക്കം ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. 2019 ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ആ പാളി ബാംഗ്ലൂരിലെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു അവിടെ പൂജ നടത്തി, അവിടെ സംഭാവനകൾ സ്വീകരിച്ചു. അതിനൊക്കെ അപ്പുറത്തേക്ക് ചില വ്യവസായികളുമായി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപെടലുകളെ കുറിച്ചടക്കം ദേവസ്വം വിജിലൻസ് വിവരം ശേഖരിച്ചു വരികയാണ്. ആ ക്ഷേത്രത്തിലെ ട്രസ്റ്റിൽ നിന്നടക്കം വിവരശേഖരണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് ദേവസ്വം വിജിലൻസ് കടക്കാൻ ഒരുങ്ങവെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. കാരേറ്റിലെ വീട്ടിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. ഇനി എന്താണ് അദ്ദേഹത്തിന്റെ നീക്കം എന്നുള്ളത് നിർണായകമാകും. ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ദിവസം അവധിയായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ വിജിലൻസ് ഇക്കാര്യത്തിൽ ആക്ട് ചെയ്ത് തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമോ? ചോദ്യാവലി തയ്യാറാക്കിയ ചോദ്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും? പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ചില വീഴ്ചകൾ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥർക്ക് തന്നെ സംഭവിച്ചു എന്നുള്ള ചില കാര്യങ്ങൾ അത് ഇന്ന് എറണാകുളത്ത് പ്രതികരിക്കവേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തന്നെ നടത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല PS പ്രശാന്തിന്റെ വാക്കുകളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ള സൂചനകളുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരാഴ്ചക്കുള്ളിൽ ദേവസ്വം വിജിലൻസ് കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എന്ത് വിവരം നൽകും? മാത്രവുമല്ല ചില രേഖകളടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലേക്ക് എത്തിയത്, ബാംഗ്ലൂരിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചത്, അതിനപ്പുറത്തേക്ക് ഈ പ്ലേറ്റ്, അതായത് ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ആ പാളി തന്നെയാണോ തിരികെ കൊണ്ടുവന്നതടക്കമുള്ള കാര്യങ്ങളിൽ അവ്യക്തതകളുണ്ട്. ആ അവ്യക്തതകളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടി നിർണായകമാണ്. ആ ഒരു ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ പ്രതികരണം ഇപ്പോൾ പുറത്തു വരികയാണ്. 4 വാക്കുകൾ മാത്രം പറഞ്ഞ അദ്ദേഹം ആ പ്രതികരണം അവസാനിപ്പിച്ചു. തനിക്ക് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വരാൻ താല്പര്യമില്ല, പറയാനുള്ളതൊക്കെ കോടതിയിൽ പറയും, സത്യം തെളിയേണ്ടത് തന്റെ ആവശ്യം എന്നുള്ള 4 കാര്യങ്ങളിൽ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി വീടിനകത്തേക്ക്, കാരേറ്റിലെ അദ്ദേഹത്തിന്റെ വീടിനകത്തേക്ക് കയറി പോകുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നിർണായകമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങൾ, വരും മണിക്കൂറുകളിലെ നീക്കങ്ങൾ. അദ്ദേഹം കൂടുതൽ കൂടിയാലോചനയ്ക്ക് ശേഷം കോടതിയിൽ മറ്റേതെങ്കിലും വഴി സമീപിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാണ്. ഒരാഴ്ചക്കുള്ളിൽ ദേവസ്വം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. അതിനു മുൻപ് ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും. അങ്ങനെയെങ്കിൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? 2019 ശബരിമലയിൽ നിന്ന് പോയ പാളി അത് എവിടെയൊക്കെ പോയി? അത് ബാംഗ്ലൂർ അല്ലെങ്കിൽ തമിഴ്നാട് എന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം. ആ വ്യക്തതയ്ക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കേണ്ടി വരും. പ്രവിധ. ശരി, ഷഫീദിലേക്ക് മടങ്ങിയെത്താം. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്.
പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കോടതിയിലെ ബാക്കി കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ഒരു പരിധി കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യും. താല്പര്യമില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ അഡ്വക്കേറ്റുമാരുടെ കോടതി കൊടുത്തിട്ടുണ്ട്. മീഡിയയോട് ഇപ്പൊ സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് പറയും. അതുകൊണ്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പിന്നെ തെളിയിച്ച് പുറത്തു വരേണ്ട എന്റെ ഉത്തരവാദിത്തമാണ്. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.